നമ്മുടെ ഫോൺ നമ്പർ മറച്ച് വാട്സാപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നൊരു പുതിയ ഫീച്ചർ വരുന്നു. കേൾക്കുമ്പോൾ ഇത് സ്വകാര്യതയ്ക്ക് വലിയ നേട്ടമെന്ന് തോന്നാം. പക്ഷേ സൈബർ സുരക്ഷാ വിദഗ്ധരിൽ ചിലർ പറയുന്നത് മറ്റൊന്നാണ്. ഈ ഫീച്ചർ തട്ടിപ്പുകാർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അപ്പോൾ എന്താണ് ഈ പുതിയ ഫീച്ചർ? എന്തുകൊണ്ടാണ് ആശങ്ക ഉയരുന്നത്? ഇപ്പോൾ ആരെങ്കിലും വാട്സാപ്പിൽ ബന്ധപ്പെടണമെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ആവശ്യമാണ്. എന്നാൽ പുതിയ സംവിധാനത്തിൽ ഫോൺ നമ്പറിന് പകരം ഒരു യൂസർ നെയിം ഉപയോഗിച്ച് ആളുകളെ കണ്ടെത്താനും മെസ്സേജ് അയക്കാനും സാധിക്കും. ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാമിലോ ടെലഗ്രാമിലോ പോലെ യൂസർ നെയിം ഉപയോഗിച്ച് ആളുകളെ കണ്ടെത്തുന്നത് പോലെ. ആദ്യ നോട്ടത്തിൽ ഇത് സ്വകാര്യതയ്ക്ക് മികച്ച മാറ്റം തന്നെയാണ്. കാരണം നിങ്ങളുടെ വ്യക്തിഗത ഫോൺ നമ്പർ എല്ലാവർക്കും നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതിലാണ് ചില വിദഗ്ധർ അപകട സാധ്യത കാണുന്നത്. സൈബർ തട്ടിപ്പുകാർക്ക് ഏറ്റവും എളുപ്പമുള്ള ആയുധം ആൾമാറാട്ടമാണ്. ഉദാഹരണത്തിന് SBI ഒഫീഷ്യൽ, കേരള പോലീസ്, ഇൻകം ടാക്സ് ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു പ്രശസ്ത വ്യക്തിയുടെ പേരിനോട് സാമ്യമുള്ള യൂസർ നെയിം ഉപയോഗിച്ച് വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. സാധാരണ ഉപയോക്താവിന് യഥാർത്ഥ അക്കൗണ്ടും വ്യാജ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഇത്തരം ആശങ്കകളാണ് ഇന്ത്യ സർക്കാർ പോലും മുന്നോട്ട് വച്ചത്. ഈ പുതിയ ഫീച്ചർ കാരണം ഓൺലൈൻ തട്ടിപ്പുകളും ഫിഷിംഗ് ആക്രമണങ്ങളും വർദ്ധിക്കുമോ എന്ന് കേന്ദ്ര സർക്കാർ വാട്സാപ്പിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചത്. അതേസമയം വാട്സാപ്പിൻ്റെ വാദം വേറെയാണ്. അവരുടെ വിശദീകരണം അനുസരിച്ച് ഈ ഫീച്ചറിനൊപ്പം നിരവധി സുരക്ഷാ സംവിധാനങ്ങളുമുണ്ട്. സർക്കാർ സ്ഥാപനങ്ങൾ, പ്രമുഖ വ്യക്തികൾ, ഔദ്യോഗിക അക്കൗണ്ടുകൾ എന്നിവരുടെ പേരുകൾ സംരക്ഷിക്കുന്ന സംവിധാനം ഉൾപ്പെടെ വ്യാജ യൂസർ നെയിമുകൾ തടയാനുള്ള മാർഗങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. കൂടാതെ ഈ ഫീച്ചർ എല്ലാവർക്കും ഒരേ സമയം ലഭിക്കില്ല, ഘട്ടം ഘട്ടമായാണ് അവതരിപ്പിക്കുക. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, സാങ്കേതിക സുരക്ഷ മാത്രം മതിയാകില്ല. കാരണം ഭൂരിഭാഗം ഓൺലൈൻ തട്ടിപ്പുകളും സാങ്കേതിക പിഴവുകൾ ഉപയോഗിച്ചല്ല നടക്കുന്നത്, മറിച്ച് മനുഷ്യരുടെ വിശ്വാസം മുതലെടുത്താണ് നടക്കുന്നത്. ഒരു വ്യാജ അക്കൗണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്താണെന്ന് നടിച്ചാൽ പലരും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതാദ്യമായല്ല. മുമ്പും വ്യാജ കസ്റ്റമർ കെയർ അക്കൗണ്ടുകൾ, വ്യാജ ബാങ്ക് ഉദ്യോഗസ്ഥർ, ജോലി വാഗ്ദാനങ്ങൾ, ഡിജിറ്റൽ അറസ്റ്റ്, നിക്ഷേപ തട്ടിപ്പുകൾ എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെ വഞ്ചിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകാർ പുതിയ ഫീച്ചറുകൾ വളരെ വേഗത്തിൽ ദുരുപയോഗം ചെയ്യാറുണ്ട്. എന്നാൽ ഇതിൻ്റെ മറുവശവും കാണണം. സ്വകാര്യത സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടത് വർഷങ്ങളായി ഉപയോക്താക്കളാണ്. അപരിചിതർക്കെല്ലാം ഫോൺ നമ്പർ നൽകേണ്ട അവസ്ഥ ഒഴിവാക്കാൻ പലരും ആഗ്രഹിച്ചിരുന്നു. അതിന് പരിഹാരമായാണ് യൂസർ നെയിം പോലുള്ള സംവിധാനം വരുന്നത്. അതുകൊണ്ട് ഇത് നല്ല ഫീച്ചറാണോ മോശം ഫീച്ചറാണോ എന്ന് ഇപ്പോൾ വിധി എഴുതാൻ കഴിയില്ല. അത് എങ്ങനെ നടപ്പാക്കുന്നു എന്നതാണ് പ്രധാന കാര്യം. ഉപയോക്താക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, യൂസർ നെയിം കണ്ടതുകൊണ്ട് മാത്രം ആരെയും വിശ്വസിക്കരുത്. രണ്ടാമത്, OTP, ബാങ്ക് വിവരങ്ങൾ, UPI പിൻ തുടങ്ങിയ വിവരങ്ങൾ ഒരിക്കലും വാട്സാപ്പിലൂടെ പങ്കിടരുത്. മൂന്നാമത്, പരിചയമില്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന ലിങ്കുകൾ തുറക്കരുത്. നാലാമത്, സംശയമുണ്ടെങ്കിൽ ആ വ്യക്തിയെ മറ്റൊരു മാർഗത്തിൽ ബന്ധപ്പെട്ട് ഉറപ്പാക്കുക. സൈബർ സുരക്ഷാ വിദഗ്ധർ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനവും ഉപയോക്താവ് അശ്രദ്ധ കാണിച്ചാൽ പരാജയപ്പെടും. അതുപോലെ മികച്ച സുരക്ഷാ ശീലങ്ങൾ പാലിക്കുന്ന ഉപയോക്താവിനെ ചതിക്കാൻ തട്ടിപ്പുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്.